സോറി. ഞാൻ നിന്നോട് ചെയ്തതിനൊക്കെ സോറി. നീ ജോലിക്ക് പോക്കോ. വക്കീലെ, കേസ് പിൻവലിക്കാനുള്ള കാര്യങ്ങളൊക്കെ ചെയ്തു. അങ്ങേര് പറഞ്ഞത് ചേച്ചിക്ക് വിശ്വാസമായോ? നിനക്ക് വിശ്വാസമുണ്ടോ? എനിക്കത്ര വിശ്വാസം വന്നില്ല. എനിക്കും ഇല്ല. പിന്നെ മാളൂന് കൊടുത്ത വാക്കായോണ്ട് പാലിക്കുമെന്ന് വിചാരിക്കാം. അതേ മോളെ, ചിലപ്പോൾ അയാളുടെ മനസ്സ് മാറി കാണും. നമുക്ക് നോക്കാലോ, വെറുതെ അവിശ്വസിക്കരുത്. ഓ, അച്ഛൻ പറഞ്ഞ നിങ്ങൾക്ക് ഇപ്പോഴും വിശ്വാസമായില്ല അല്ലേ? അങ്ങനെ വിശ്വാസക്കുറവെന്നല്ല മാളൂ. എന്നാലും എല്ലാവരും സന്തോഷമായിട്ട് ജീവിച്ചാൽ മതി. ഇനി പ്രശ്നങ്ങളൊക്കെ അവസാനിക്കും അമ്മ. അച്ഛൻ കേസ് പിൻവലിക്കാന്ന് പറഞ്ഞില്ലേ? മാളു, നീ ഇപ്പൊ ഹാപ്പി അല്ലേ? ആ അമ്മ ഹാപ്പിയോ. റോഡ് കഴി. ഇത് നീ നേരത്തെ ചെയ്തെങ്കിൽ എപ്പോഴേ കോംപ്രമൈസ് ആയാനെ. പ്രകാശ, മോനെ വിശ്വസിക്കാവോ? ചെറിയൊരു സംശയം എനിക്കുണ്ട്. പക്ഷെ ആത്മാർത്ഥമായിട്ട് പറഞ്ഞതായിട്ട് എനിക്ക് തോന്നുന്നത്. പിന്നെ കോംപ്രമൈസ് ആയി പോവുകയാണെങ്കിൽ പോട്ടെ. ആ അതിനല്ലേ ഞാനും പറഞ്ഞേ. അവണി, ഞാൻ പുറത്തോട്ടൊന്ന് ഇറങ്ങാം. എന്തെങ്കിലും വാങ്ങിക്കാണ്ടോ? മെഡിസിൻ എന്തെങ്കിലും? ഇല്ല. ശരി, എന്തെങ്കിലും ആവശ്യമുണ്ടെങ്കിൽ വിളിച്ചോളൂ. അച്ഛാ, എന്തെങ്കിലും ആവശ്യമുണ്ടെങ്കിൽ വിളിച്ചാൽ മതി. ഇപ്പൊ സംശയം മാറിയില്ലേ? അച്ഛൻ കംപ്ലീറ്റ്ലി മാറി അമ്മ. നിങ്ങൾ എല്ലാവരും ഒന്ന് വിശ്വസിക്ക്. തായ അമ്മയ്ക്ക് അഞ്ചുവിനും അത്ര ഇഷ്ടപ്പെട്ടിട്ടില്ല. അത് പിന്നെ അങ്ങനല്ലേ, അവർക്ക് ഇഷ്ടപ്പെടില്ലല്ലോ. നമ്മൾ ആരെയും മൈൻഡ് ചെയ്യണ്ട. നമ്മൾ നമ്മുടെ തന്നെ കാര്യം നോക്കി സുഖമായിട്ട് ജീവിച്ചാ പോരെ. അത് ഇഷ്ടപ്പെടാത്തവർ അസൂയപ്പെട്ടോട്ടെ, അല്ല അപ്പൂപ്പ? അത് തന്നെ. ഒന്നിങ്ങോട്ട് വന്നേ. എന്താ നിന്റെ ഉദ്ദേശം? ഇന്നലെ വരെ അവള് ചെയ്തതൊക്കെ നീ മറന്നാ? ഒറ്റ നിമിഷം കൊണ്ട് മറക്കാൻ പറ്റുമോ അതൊക്കെ? അമ്മ, കോംപ്രമൈസ് എന്ന് പറയുമ്പോൾ നമ്മൾ പഴയ കാര്യങ്ങളൊക്കെ മറക്കണം. എന്നാൽ ഏട്ടന്റെ ഈ ഒരു മാറ്റം എനിക്കൊട്ടും മനസ്സിലാവുന്നില്ല ഏട്ടാ. മാള് ഒരു കാര്യം പറഞ്ഞാൽ കേൾക്കാതിരിക്കാൻ പറ്റില്ല. ഇപ്പൊ ദീപ ഒരു കാര്യം പറഞ്ഞാൽ അഞ്ജുന് കേൾക്കാതിരിക്കാൻ പറ്റുമോ? ഞാൻ കേൾക്കാതിരിക്കും. പക്ഷെ എനിക്ക് പറ്റില്ല. മാളെന്ത് പറഞ്ഞാലും ഞാൻ കേൾക്കും. അമ്മ, ഞാൻ ഒന്ന് പുറത്തു പോയിട്ട് വരാം. അമ്മ, ഏട്ടൻ അവരുടെ വലയത്തിലായി. ഇനി ഒഴിക്കിട്ടാൻ പാടാ. എനിക്കിത് വിശ്വസിക്കാൻ പറ്റുന്നില്ല അഞ്ജു. ഞാൻ ഒരിക്കൽ കൂടി പറയാം, അമ്മ സൂക്ഷിച്ചോ. എന്നാൽ ഇത്ര പെട്ടെന്ന് എൻ്റെ മനസ്സൊക്കെ മാറി താൻ അവിടെ ജോലിക്കൂടൊന്നും ഞാൻ പ്രതീക്ഷിച്ചില്ല. മാളുത്തരൊക്കെ പറഞ്ഞല്ല വക്കീലെ. ഞാനത് ചെയ്യണ്ടേ? അല്ലെങ്കിൽ
അവള് പറഞ്ഞ പോലെ അവള് വല്ല ഓർഫനേജിൽ പോയാലോ? ഇങ്ങനെ പ്രശ്നം തീരുകയാണെങ്കിൽ അങ്ങ് തീരട്ടെ. ആ തൻ്റെ ജീവിതം താൻ തീരുമാനിക്കുന്ന പോലെ. അപ്പം എങ്ങനെയാ, കേസൊക്കെ പിൻവലിക്കല്ലേ? പിൻവലിക്കാൻ വക്കീലേ? അത് ഞാൻ പിൻവലിക്കാം. പക്ഷെ തനിക്ക് ആ സുധാകരൻ്റെ അവസ്ഥ ഉണ്ടാവാതിരുന്നാൽ മതി. സുധാകരന്റെ അവസ്ഥ എനിക്ക് മനസ്സിലായില്ല. ഒന്നുമില്ലടോ, ഞാൻ വെറുതെ ആ പറ, എന്താണ് പ്രശ്നം? ഒന്നുമില്ലെന്നേ, ഞാൻ വേറൊരു കാര്യം ആലോചിച്ചാ. പോട്ടെ, സാരമില്ല. ആ പറ വക്കീലേ. എൻ്റെ പഴയൊരു ക്ലൈൻറ്റാണ് സുധാകരൻ. തൻ്റെ അതേ അവസ്ഥയാണ്. എൻ്റെ അതേ അവസ്ഥ എന്നുവെച്ചാൽ ഇതുപോലെ സുധാകരൻ്റെ 2 മക്കളും കൂടെ ചേർന്ന് കേസൊന്നും വേണ്ടെന്നും പറഞ്ഞ് കോംപ്രമൈസാക്കി. അതിനുശേഷം ഈ സുധാകരൻ ഭാര്യയ്ക്ക് കണ്ടമാനം സ്വാതന്ത്ര്യം കൊടുത്തു. ഏതോ പ്രൈവറ്റ് കമ്പനിയിൽ ഒരു ജോലിയും മേടിച്ചു കൊടുത്തു. ജോലിക്ക് പോയതേ ഓർമ്മയുള്ളൂ, പിന്നെ തിരിച്ചു വന്നിട്ടില്ല. എങ്ങനെ മരിച്ചു? മരിച്ചതൊന്നല്ലടോ, ഒളിച്ചോടി പോയി. ആരുടെ കൂടെ? അവളുടെ ബോസിന്റെ കൂടെ, അല്ലാതെ ആരുടെ കൂടെ? അത് കഴിഞ്ഞ് വീണ്ടും അയാൾ കേസിന് പോയി, എന്നിട്ട് ഡിവോഴ്സ് മേടിച്ചു. ഇതൊക്കെ ഞാനൊന്ന് പറഞ്ഞെന്നേ ഉള്ളൂ. താൻ കഴിക്ക്. ആവണി അങ്ങനത്തെ ആളൊന്നുമല്ല വക്കീലേ. പിന്നെ ആര് പറഞ്ഞ ആവണി അങ്ങനത്തെ ആളാണെന്ന്? ഈ ആവണി ജോലിക്ക് പോകുന്ന സ്ഥലത്ത് ഇതുപോലത്തെ ആളുകൾ ഉണ്ടാവില്ലേ? ഈ ബോസ് ഉണ്ടാവും, അല്ലെങ്കിൽ അതിൻ്റെ താഴെയുള്ള ഉദ്യോഗസ്ഥന്മാരൊക്കെ ഉണ്ടാക്കും. അവന്മാരൊക്കെയാണ് പ്രശ്നം, ആവണിയല്ല പ്രശ്നം. ഇപ്പം ആവണിയെ കണ്ട 2 വലിയ പിള്ളേരുടെ അമ്മയാണെന്ന് തോന്നുന്നു. ഇല്ല. ഇനി ഒന്നുകൂടെ പ്രസവിച്ചാലും ഇതുപോലൊക്കെ തന്നെ ആയിരിക്കും. പക്ഷെ തൻ്റെ കാര്യം ഡൈ അടിച്ചാൽ മുടിയുടെ കളറേ മാറും, പ്രായം കുറയില്ല മോനെ. വക്കീലെന്താ പറഞ്ഞു എന്നെ? താൻ എൻ്റെ അടുത്ത സുഹൃത്തായതുകൊണ്ട് പറയാ, ഇപ്പം താനെടുത്ത തീരുമാനം മണ്ടത്തരോ. പിന്നെ തൻ്റെ ജീവിതമാണ്, തൻ്റെ ഇഷ്ടം. ഇതിലൊന്നും അഭിപ്രായം പറയാൻ ഞാനില്ല. വക്കീല് കാര്യം പറ. എടോ, താനിപ്പോൾ അവനെ ജോലിക്ക് വിട്ട കാര്യങ്ങളെല്ലാം കൈവിട്ടു പോകും. ആവണി തനിക്ക് പുല്ല് വില തരില്ല. ഇനി അങ്ങോട്ടുള്ള ജീവിതം ആട്ടുംതുപ്പും മാത്രമായിരിക്കും. മോന, എനിക്ക് തൻ്റെ വീട്ടിൽ നടന്ന എല്ലാ കാര്യത്തിലും ഒരു സംശയമുണ്ട്. ഞാൻ പറയുന്ന താനും ശ്രദ്ധിച്ച് കേൾക്കും. ആവണി അവളുടെ അച്ഛനും മാളുവിനെ മുൻനിർത്തി തന്നെ വിഡ്ഢിയാക്കിയതാണ്. ഒന്നും നടക്കുന്നില്ലെന്ന് കണ്ടപ്പോൾ മാളുവിനെ കൊണ്ടൊരു നാടകം കളിപ്പിച്ചു. എന്ത് നാടകം? മാളുവിനോടെ അച്ഛനും അമ്മ ഒന്നാണെങ്കിൽ അമ്മ ജോലിക്ക് പോകണമെന്നും പിന്നെ താൻ ആവണിയുടെ ജോലി മുടക്കാൻ വേണ്ടി ചെയ്ത കാര്യങ്ങളെല്ലാം വിശദമായി പറഞ്ഞു കൊടുത്തു കാണും. പാവം മാളു കൊച്ചല്ലേ, അച്ഛനെ അമ്മയൊന്ന് ഒന്നിപ്പിക്കാൻ വേണ്ടി മുൻകൈ എടുത്തു. മാളുവിൻ്റെ സഹായത്തോടെ തൻ്റെ വാ കൊണ്ട് തന്നെ അവർ പറയിപ്പിച്ചില്ലേ അവിടെ ജോലിക്ക് വിടാൻ. അവർ ജയിച്ചടോ, താൻ തോറ്റു. തോറ്റതല്ല, തന്നെ വിഡ്ഢിയാക്കിയതാ. ഇത് സത്യം ഒരിക്കൽ വക്കീലേ?
എന്താ ഇത്ര സംശയം? 2 ദിവസം അമ്മയോട് വഴക്കിട്ട് മാളു സ്കൂളിൽ പോയി. പിന്നെ പെട്ടെന്നൊരു സ്നേഹം. ഇന്ന് തന്നെ കൊണ്ട് ജോലിക്ക് വിടാമെന്ന് സമ്മതിപ്പിച്ചു. ഇതൊക്കെ യാദൃശികമാണെന്നേ താൻ വിശ്വസിച്ചു. പക്ഷേ ഞാൻ വിശ്വസിക്കില്ല. മോനാ, ഞാൻ തീർത്ത് പറയാം, തന്നെ തോപ്പിച്ചതാ, പ്ലാൻ ചെയ്ത് തോപ്പിച്ചതാ. താ വീണു പോയിടും. അങ്ങനെ എന്നെ പറ്റിച്ചിട്ട് അവള് ജോലിക്ക് പോകണ്ട വക്കീലേ. താൻ എല്ലാവരുടെ മുന്നിൽ നിന്ന് വാക്ക് കൊടുത്തതല്ലേ അവനെ ജോലിക്ക് വിടാന്ന്. വാക്കല്ലേ മാറ്റാൻ പറ്റുള്ളൂ. തൽക്കാലം വക്കീലേ കേസ് പിൻവലിക്കണ്ട. ഞാൻ പറയാം. തൽക്കാലേ താൻ വീട്ടിൽ പോയി കാര്യങ്ങളൊക്കെ ഒന്ന് സ്മൂത്തായിട്ട് ഡീൽ ചെയ്യും. പിന്നെ മാള് ഇതൊന്നും അറിയണ്ട. തൻ്റെ ആ നല്ല ഇമേജ് കുറച്ച് ദിവസം അങ്ങനെ നിൽക്കട്ടെ വീട്ടിൽ. ശരി വക്കീലേ, നിങ്ങളില്ലായിരുന്നെങ്കിൽ ഞാനതൊന്നും ഒരിക്കലും അറിയില്ലായിരുന്നു. ഓ, ഇതൊക്കെ ഒരു കൂട്ടുകാരൻ്റെ കടമയായിട്ട് കണ്ടാൽ മതി. അപ്പോൾ പിന്നെ എങ്ങനെ കേസുമായിട്ട് മുന്നോട്ട് പോകില്ലേ? 100%. അവളുടെ അച്ഛനെ ഞാൻ കാണുന്നുണ്ട്. അത് താൻ കണ്ടോ? പക്ഷെ മാളു ഒന്നും അറിയില്ല വക്കീലെ. പക്ഷെ അവൾക്ക് പറ്റിക്കാൻ വേണ്ടി ഞാൻ നിന്നു കൊടുത്തില്ലേ. താനൊരു നിഷ്കളങ്കനാണെന്ന് അവർക്കറിയാം. നിങ്ങളുടെ ഭാര്യയും ഇതിന് കൂട്ടുകാണുമല്ലേ? ഉറപ്പല്ല. എന്നാ പിന്നെ ഞാൻ ഇറങ്ങാൻ വക്കീലെ. ഈ ഉപകാരം ഞാൻ ഒരിക്കലും മറക്കില്ല വക്കീലെ. ഇത്രയും കഷ്ടപ്പെട്ട് രണ്ടിനെയും തമ്മിൽ തെറ്റിച്ച് ഞാനൊരു കേസ് ഉണ്ടാക്കിക്കൊണ്ടുവന്നപ്പോൾ മോള് വന്നിരിക്കുന്ന കോംപ്രമൈസിന് ഇതൊക്കെ കുറച്ച് ഓവറല്ലേ മോന? അങ്ങനെ നിങ്ങൾ ഒന്നിച്ച് ജീവിക്കാൻ ഈ ഞാൻ സമ്മതിക്കുമോ? അങ്ങനെ എങ്ങാനും സംഭവിച്ച പിന്നെ ഈ നാരായണ വക്കീലിനെ എന്തിനു കൊള്ളാം മോന? എന്നാ ഞാൻ ഇറങ്ങട്ടെ. ഇന്നിവിടെ നടന്ന കാര്യമല്ല ഞാൻ അരുന്ധതി അറിയിക്കുന്നുണ്ട് കേട്ടോ. ശരി ചേച്ചി, എന്തെങ്കിലും ഉണ്ടെങ്കിൽ ഞാൻ വിളിച്ചോളാം. നീ എന്തു വിചാരിച്ചടി? ഞാൻ വെറും പൊട്ടനാണ്. നിന്നെ നിന്റെ അച്ഛനെ ഞാൻ വെറുതെ വിടില്ല എന്ന് പറഞ്ഞപ്പോ നീ എന്റെ മോളെ വെച്ച് കളിച്ചല്ലേ? മാള് പറഞ്ഞ ഞാൻ എല്ലാം ചെയ്യുന്നുള്ള കാര്യം നിനക്കറിയാം. നീ അത് മുതലാക്കിയല്ലേ? പാവം എന്റെ മോളെ എന്തിനാണ് നീ കരുവാക്കിയത്? എടോ, താൻ കുടിച്ചിട്ടുണ്ടോ? ഞാൻ കുടിക്കോ കുടിക്കാതിരിക്കോ ചെയ്യും. അതെനിക്ക് നിങ്ങളെ ബോധിപ്പിക്കേണ്ട കാര്യമൊന്നുമില്ല. നിങ്ങൾക്ക് ഒരു മാറ്റവും ഇല്ലല്ലോ ആവണി. ഞാൻ മാറാൻ തീരുമാനിച്ചതാ. പിന്നെ അല്ലേ എനിക്കുള്ള കളി മനസ്സിലായത്. എടി, നിനക്ക് ജോലിക്ക് പോകാൻ വേണ്ടി നീ എന്റെ മോളെ ഇറക്കി എന്നെ കൊണ്ട് സമ്മതിപ്പിക്കാൻ നോക്കിയല്ലേ? അത് ആലോചിക്കുമ്പോഴടി എനിക്ക് ഞാൻ അപ്പോഴേ പറഞ്ഞില്ലേ ചേച്ചി, ഇതൊക്കെ ഇയാളുടെ ഷോ ഓഫ് ആണെന്ന്. നിർത്തി. അയാളുടെ ഷോഫ്. എടി, ഞാൻ ഷോഫ് ഇറക്കിയിട്ടുള്ളൂ. അല്ലാതെ നിന്റെ പോലെ മാറിയ കളിയൊന്നും ഞാൻ കളിച്ചിട്ടില്ല. താൻ പറഞ്ഞു പറഞ്ഞ് പഴയ പല്ലവി തന്നെയല്ലേ ഇനി ഇറക്കാൻ പോകുന്നത്? അതേടി, നീ ആ പാവം മാളുവിനെ കരുവാക്കിയ സ്ഥിതിക്ക് നീ ഇനി ജോലിക്ക് പോകാതിരിക്കേണ്ടത് അതെന്റെ കൂടെ ഉത്തരവാദിത്വം. ഓ, അത് ശരി. താൻ വീണ്ടും തുടങ്ങിയല്ലേ? അതിന് നന്നാവാൻ ഇവിടെ സമ്മതിച്ചിട്ട് വേണ്ടേ? അപ്പൊ താൻ മാളുവിന് കൊടുത്ത വാക്കോ?
ഞാൻ മാളൂന് കൊടുത്ത വാക്ക് അത് ഞാൻ മാറ്റി പറയില്ല എന്നുള്ള കാര്യം ഇവൾക്ക് നല്ലപോലെ അറിയാം. അതുകൊണ്ടാണല്ലോ അവൾ ഈ പണി കാണിച്ചു വച്ചേക്കുന്നത്. സുധാന്റി ഇറങ്ങുവാണോ? ഇറങ്ങാൻ പോവാം മോളെ. അച്ഛൻ എന്ത് പറ്റി? മുഖം എന്താ വല്ലാതിരിക്കുന്നേ? ഒന്നുമില്ല ഒന്നുമില്ല അവളെ. പ്രശ്നമൊക്കെ തീർന്നിട്ട് ആർക്കും ഒരു സന്തോഷമില്ലല്ലോ. അയ്യോ നല്ല സന്തോഷം. ഞങ്ങളിപ്പോ ആ സന്തോഷത്തിനെ പറ്റി സംസാരിക്കാറ്. അതെന്തായാലും നന്നായി. എത്ര നാളെ നിങ്ങൾ ഇങ്ങനെ സംസാരിക്കുന്ന കണ്ടിട്ട്. മോള് പറഞ്ഞാ പിന്നെ അച്ഛന് കേൾക്കാതിരിക്കാൻ പറ്റുമോ? അതെനിക്കറിയാം അച്ഛ. ആവണി, ഞാൻ ഇറങ്ങട്ടെ, വിളിച്ചോളാം മോളെ. ബൈ ആന്റി. ശരി ചേച്ചി. ബൈ സുധ. എന്ത് ചൂട് മോളെ. അച്ഛനെന്നാ പോയി ഫ്രഷ് ആയിട്ട് വരാം കേട്ടാ. എന്തു പറ്റി അമ്മ? എന്തൊരു സന്തോഷമില്ലാത്ത? ഒന്നുമില്ല മാളു, ഒന്നുമില്ല. മാളുവിനോട് ഞാൻ ഇനി എന്ത് പറയും? ഇനി എന്ത് പറഞ്ഞാലും അവള് വിശ്വസിക്കില്ല. ഒന്ന് നിന്നേ. എന്റെ മോനെ, മോനെ, ഇത് തന്റെ ഐഡിയ ആണോ അതോ തന്റെ മോളുടെ ഐഡിയ? എന്തൊക്കെയാ മോനെ നീ പറയണേ? എന്തൊക്കെ മോനെ ഈ പറയണേ? എനിക്കെല്ലാം മനസ്സിലായടോ. താനും തന്റെ മോളും കൂടെ നടത്തിയ നാടകമാണെന്ന്. നീ എന്താ പറയണെന്ന് എനിക്ക് മനസ്സിലാവണില്ല മോനാ. ഞാൻ കൂടുതലൊന്നും പറയുന്നില്ല. എന്തായാലും താനും തന്റെ മോളും എനിക്ക് തന്ന പണി ഒരു ഒന്നൊന്നര പണിയായിപ്പോയി. മറക്കില്ലടോ ഞാൻ. ഇതുപോലെ ഇതേ അളവില് തിരിച്ച് ഞാൻ തരുന്നുണ്ട് തനിക്കും തന്റെ മോൾക്കും. എന്റെ മോഹന, ഞാനും മോളും തനിക്ക് എന്ത് പണിയാ തന്നേ? അപ്പൂപ്പനോടെ ഉണ്ടായിരുന്നു. എത്ര നാളാ നിങ്ങൾ അതെ, ഇങ്ങനെ എപ്പോഴും കൂടെ ഉണ്ടാവണമെന്ന് ഞാൻ അപ്പൂപ്പനോട് പറഞ്ഞുകൊണ്ടിരിക്കുകയായിരുന്നു. അല്ല അപ്പൂപ്പ? അപ്പൂപ്പനോട് ചെലുത്തേ മോളെ. എല്ലാരും ഹാപ്പി അല്ലേ അച്ഛാ? എല്ലാരും ഹാപ്പിയാണ്. ഏറ്റവും കൂടുതൽ ഹാപ്പി അച്ഛനാണ്. ഞാനും. ആണല്ലേ? നല്ല കാര്യം മോളെ. എന്നാ മോളെ ചെല്ല്, അച്ഛനൊന്ന് ഫ്രഷ് ആവട്ടെ. ഓക്കെ ഓക്കെ. ഹലോ. പറയും മോനാ. വക്കീല് പറഞ്ഞു ശരിയാ വക്കീലേ. എല്ലാരും കൂടി എനിക്കിട്ട് പണിതാണ്. ഇത് ഞാൻ തന്നോട് പറഞ്ഞല്ലേടൂ, ഇതൊക്കെ അവരുടെ ഒരു പ്ലേ ആണെന്നേ. വക്കീൽ ഇപ്പൊ കേസൊന്നും പിൻവലിക്കണ്ട. കേസ് വിളിക്കട്ടെ, നമുക്ക് നോക്കാം. എന്നെ മാളുവിന്റെ മുമ്പിൽ മോശക്കാരനാക്കാൻ വേണ്ടി അച്ഛനും മോളും നടത്തിയ നാടകമാണ്. ഇതെനിക്ക് നേരത്തെ തോന്നിയാടോ. ഇതിനും കൂടെ ചേർത്ത് നമുക്ക് കോടതിയിലിട്ട് കൊടുക്കാം. കേസ് എന്നാ വക്കീലെ വിളിക്കുന്നേ? ഡേറ്റ് വന്നിട്ടുണ്ട്, അടുത്ത തിങ്കളാഴ്ച. നല്ല കാര്യം വക്കീലേ. നാണം കെട്ട് അച്ഛനും മോളും തലേ തുണിയിട്ട് ഓടിപ്പോണ എനിക്കൊന്ന് കാണണം. അതൊക്കെ ഞാൻ ഏറ്റുമോനാ. ശരി വക്കീലേ. വക്കീലില്ലായിരുന്നെങ്കിൽ എൻ്റെ ജീവിതം എല്ലാവരും ഇങ്ങനെ കുളം തോണ്ടിയാണ്. ഞാനിവിടെ ഉള്ളപ്പോൾ വേറൊരാൾ വന്ന് എൻ്റെ ജീവിതം കുളം തോണ്ടാൻ ഞാൻ സമ്മതിക്കുള്ളൂ. താൻ എൻ്റെ സുഹൃത്തും ക്ലൈൻറ്റും അല്ലേ. താങ്ക് യു വക്കീലേ, താങ്ക് യു എല്ലാത്തിനും. എന്നാ മോനാ, ഞാൻ തൽക്കാലം ഒന്ന് റെസ്റ്റ് എടുക്കും. ഞാൻ ഈ കേസിനെ പറ്റി ഒന്നുകൂടെ ഒന്ന് പഠിക്കട്ടെ. പഠിക്കും വക്കീലേ, പഠിക്കും, നല്ലപോലെ പഠിക്കും. എന്നാ ശരിയടോ, ഞാൻ വിളിക്കാം. എന്തായി? കേസെല്ലാം തീർന്ന് എല്ലാവരും കോംപ്രമൈസ് ആയോ?
ഏത് കേസ് തീർന്നെന്ന്? അങ്ങേർക്ക് വല്ല പ്രാന്ത് വല്ലതും ഉണ്ടോ വക്കീലേ? ഉണ്ടെങ്കിൽ വല്ല പ്രാന്താശുപത്രിയിലും കാണിക്കും. എന്തൊരു ശല്യം അങ്ങേരെ കൊണ്ട്. എന്തു പറ്റി? അങ്ങേരെ നിങ്ങളെ വിളിച്ചില്ലേ? ഇല്ല. അങ്ങേർക്ക് ഈ കേസുമായിട്ട് മുന്നോട്ട് തന്നെ പോണോന്ന്. അതെന്താ? എനിക്കെങ്ങനെ അറിയാതെ എന്താന്ന്? എന്തൊക്കെയോ പിച്ചും പേയും പറയുന്നുണ്ടായിരുന്നു. ഞാൻ ഇപ്പൊ കണ്ടിട്ട് വരുന്ന വഴിയാണെന്നേ. എന്തൊരു കഷ്ടമാണെന്നറിയാവോ? നിങ്ങൾ എന്നെ ആ മോഹനെ ഒന്ന് വിളിച്ചു ചോദിക്ക വക്കീലേ. ഇയാൾക്കിത് എന്ത് പറ്റി? ഇയാളല്ലേ പറഞ്ഞപ്പം കേസും വേണ്ട ഒന്നും വേണ്ട എല്ലാം കോംപ്രമൈസ് ആയെന്ന് പറഞ്ഞു പോയിട്ട്. എനിക്കറിയാൻ പാടില്ല വക്കീലേ, നിങ്ങൾ തന്നെ ഒന്ന് വിളിച്ച് ചോദിക്കേ. അതെ, ഇതുപോലത്തെ കൂട്ടുകാരെ ഒരെണ്ണേ ഉള്ളോ? ഒന്നേ ഉള്ളൂ. എത്തിനാ അധികം? ഒരെണ്ണം തന്നെ ധാരാളമല്ലേ? എന്റെ പൊന്നു വക്കീലെ, വലിയ ശല്യം അങ്ങനെ കൊണ്ട്. നിങ്ങൾ തന്നെ എന്തെങ്കിലും ഒന്ന് ചെയ്യേ, ഒരു വഴി കണ്ടുപിടിക്കും. മോഹൻ എന്തൊക്കെയാ മോളെ ഈ പറയണേ? അങ്ങേർക്ക് ഇത് തന്നെയാ പണി. അച്ഛൻ അറിയാൻ പാടില്ലായിട്ടാ. എന്നെ കെട്ടിയ കാലം മുതൽ ഇങ്ങനെ തന്നെയാ. എന്തേലും കാര്യം ഒന്ന് ആദ്യം പറയും, കുറച്ച് കഴിഞ്ഞാൽ അത് മാറ്റി പറയും. എവിടെയെങ്കിലും പോവാനാണെങ്കിൽ പോലും ആദ്യം പോവാന്ന് പറയും, പിന്നെ പോകുന്നില്ലെന്ന് പറയും. ഇത് ഇന്നും ഇന്നലും തുടങ്ങിയതൊന്നും അല്ല. എനിക്കതിലൊരു പുതുമയും തോന്നിയുമില്ല. അതുകൊണ്ട് ആദ്യം ജോലിക്ക് പൊക്കോളാൻ പറഞ്ഞപ്പോഴും പിന്നെ പോണ്ടാന്ന് പറഞ്ഞപ്പോഴും ഞാൻ ഞെട്ടാഞ്ഞത്. മോളെ, ഇതെന്തോ മാനസിക രോഗമാണെന്നാണ് എനിക്ക് തോന്നണേ. ആ, അത് തന്നെയാ ഞാനും പറയുന്നത്. ഇതറിഞ്ഞാ മാള് വിഷമിക്കില്ലേ മോളെ? പിന്നെ വിഷമിക്കാതെ, എന്തായാലും വിഷമിക്കുക വെച്ചാ. അയാളായിട്ട് എന്തായാലും മാളുവിനോട് ഇത് പറയില്ല. കുറച്ച് ദിവസമെങ്കിൽ കുറച്ച് ദിവസം അവൾ സന്തോഷമായിട്ടിരിക്കട്ടെ, സമാധാനമായിട്ടിരുന്ന് പഠിക്കട്ടെ. നമ്മളായിട്ടൊന്നും പറയാൻ പോകണ്ട. വഴക്കൊക്കെ മാറിയെന്നറിഞ്ഞപ്പോൾ എൻ്റെ മോളുടെ സന്തോഷം അച്ഛൻ കണ്ടതല്ലേ. അതാണ് എനിക്കിപ്പോൾ മോഹന് വീണ്ടും പഴയപടിയായപ്പോൾ ഒരു വിഷമം. എന്നാൽ ഇവിടുന്ന് പോയപ്പോൾ മോഹന് കുഴപ്പമൊന്നും ഉണ്ടായിരുന്നില്ലോ. അവൻ്റെ സംസാരം കേട്ടപ്പോൾ സത്യസന്ധമായിട്ട് എനിക്ക് തോന്നി. അത് അച്ഛൻ ആദ്യമായിട്ട് കേട്ടതുകൊണ്ടാ. പേരും കള്ളനാങ്ങേരും. എന്തായാലും മാളും അറിയുമ്പോൾ അറിയട്ടെ, നമ്മളായിട്ട് പറയണ്ട. മോളെ, ഇപ്പോൾ കേസ് പിൻവലിക്കൂലേ? ഇല്ല അച്ഛാ, അടുത്ത തിങ്കളാഴ്ച ഹിയറിങ്. അച്ഛൻ വരൂലേ? വരാം മോളെ.